ഹലോ ഹായ് നമസ്കാരം. അപ്പം കുറച്ച് നാളുകൊണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പം വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒത്തിരി പേര് നമ്മളെ കോൾ ചെയ്ത് ചോദിക്കാറുണ്ട്, പറയാറുണ്ട് തൃശ്ശൂർ വന്ന് നമ്മളൊരു വർക്ക് ചെയ്യാമോ എന്നൊക്കെ. പക്ഷേ ഇതുവരെ നമ്മളൊരു സാഹചര്യം ഒത്തില്ലായിരുന്നു. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നുകൊണ്ടാണ്. അപ്പം അതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ഒരു കാർ പോർച്ച് വിത്ത് ഒരു സൺഷെയ്ഡാണ് നമ്മൾ ചെയ്യാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നത്. കാർ പോർച്ച് സാധാരണ പറഞ്ഞ പോലെ പോളികാർബണോ അല്ലെങ്കിൽ ലൈനർ ഷീറ്റോ വെച്ചിട്ടല്ല, എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ പാനൽ, അതായത് പഫ് ഷീറ്റ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ബാക്ക് സൈഡിൽ ഞങ്ങളുടെ ഈ കോമ്പൗണ്ട് ഏരിയ ആണ്. ഈ കോമ്പൗണ്ട് ഏരിയയിൽ നമ്മളിവിടെ വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞു, മെറ്റീരിയൽ എല്ലാം ഇറക്കി കഴിഞ്ഞു, ലേഔട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരിക്കുക. അപ്പം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഒക്കെ ആവുന്നതും ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു. ഇതിൻ്റെ സാൻഡ്വിച്ച് പാനൽ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ആ പാനൽ, ആ ഷീറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ഒന്ന് സ്ലോ ചെയ്ത് ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാവും. അപ്പം വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടോളൂ. നമ്മളിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് സെക്ഷൻസ് ഒന്നും ഉപയോഗിക്കുന്നത്, വളരെ ലിമിറ്റഡ് സൈസിലുള്ള സെക്ഷൻസ് മാത്രമേ ഉപയോഗിക്കുന്നത്. 2, 3, 4 സെക്ഷൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. കംപ്ലീറ്റ്ലി ബോക്സ് സെക്ഷനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4x2 സെക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഫുൾ ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബോർഡറിൻ്റെ വർക്ക് വരുന്നുണ്ട്. ബോർഡർ വർക്കിന് വേണ്ടിയിട്ട് 6x1 എന്ന് പറയുന്ന സെക്ഷൻ, പിന്നീട് അതിന് മുകളിൽ ഒരു സ്റ്റെപ്പ് ആയിട്ട് ഒരു ഡിസൈനായിട്ട് നമ്മൾ 2.5x1 എന്ന് പറയുന്ന സെക്ഷനോട് നമ്മൾ കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിരലിലെണ്ണാവുന്ന 3, 4 സൈസിലുള്ള സെക്ഷൻസ് മാത്രമേ ഉള്ളൂ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സെക്ഷൻസ് ഒത്തിരി ഉണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള ഡൗട്ട്സുകളൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടാണ്. ഇവിടെ എൻ്റെ പുറകെ കാണുന്നതൊക്കെയാണ് സെക്ഷൻസ്. ഇവിടെ സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെയിൻറ്റിംഗ് ഒക്കെ വരത്തുള്ളൂ. അപ്പം അതും കൂടെ കണ്ടുകൊള്ളുക. അത്ര വായിക്കാം.
ഇത്രയും നേരം കണ്ട വീഡിയോയുടെ ക്ലിപ്പിംഗ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് പാനിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു കാർ പോർച്ച് വിത്ത് ഫ്രണ്ടിലേക്കുള്ള സൺഷെയ്ഡ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സൺഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ചിലപ്പം മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റായിട്ട് നമ്മളോട് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അത് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് വിളിക്കുക. അപ്പം വീണ്ടും മറ്റു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരും. അതുവരെയും സൈനിങ് ഓഫ് പറയുന്നു. എബി ജോസഫ്, തൃശ്ശൂരിൽ നിന്നും. Thank you.